എസ്എൽപുരം വരകാടി ദേവി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് ഭക്തിസാന്ദ്രമായ തുടക്കം. മെയ് 13 മുതൽ 20 വരെയാണ് ക്ഷേത്രത്തിൽ യജ്ഞചടങ്ങുകൾ നടക്കുക. 9% ആളുകളും മാനസികമായി സംതൃപ്തരല്ല. ക്ഷേത്രങ്ങളിലെല്ലാം വളരെയധികം ആളുകൾ എത്തിച്ചേരുന്നുണ്ട്. നമ്മളെല്ലാം പത്രങ്ങളിലൂടെയൊക്കെ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമായിട്ടുള്ള ദുരന്തങ്ങളാണ് നാട്ടിലെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രത്തിൽ ഇതുപോലുള്ള ചടങ്ങുകളിൽ എത്തുകയും പ്രഭാഷണങ്ങൾ കേൾക്കുകയും പുരാണങ്ങളിലെ ആ ആശയങ്ങൾ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുവാൻ ഇതുപോലുള്ള സപ്താഹ യജ്ഞത്തിന് കഴിയും. പല സപ്താഹ വേദികളിൽ നമ്മൾ കാണുന്നത് ഇത് കേൾക്കുന്നതിന് അത്ര പെയിനെടുത്ത ആളുകൾ വരുന്നതായി കാണുന്നില്ല. മുൻകാലങ്ങളിൽ ചില സ്ഥലങ്ങളിൽ മാത്രമാണ് സപ്താഹം ഉണ്ടായിരുന്നത്. ഇപ്പം മിക്കവാറും ക്ഷേത്രങ്ങളിലെല്ലാം സപ്താഹം ഭംഗിയായി നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെസ്സേജ്, ഇതിൻ്റെ ആശയങ്ങൾ, എങ്ങനെ ഒരു ജീവിതം നയിക്കണം, എങ്ങനെ ഒരു കുടുംബജീവിതം നയിക്കണം, എങ്ങനെ സഹോദരങ്ങളുമായി ജീവിക്കണം എന്നൊക്കെയുള്ള ഒത്തിരി ആശയങ്ങളാണ് ഇതിലൂടെ, ഈ സപ്താഹ യജ്ഞത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുട്ടികളിലും അതുപോലെ യുവജനങ്ങളിലും ഒക്കെ ഈ ആശയങ്ങൾ എത്തിച്ചേരുവാൻ ഈ സപ്താഹ യജ്ഞത്തിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എസ്എൽപുരം വരകാടി ദേവി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. മെയ് 13 മുതൽ 20 വരെയാണ് ക്ഷേത്രത്തിൽ ചടങ്ങുകൾ നടക്കുക. ചെങ്ങന്നൂർ ജയപ്രകാശാണ് യജ്ഞാചാര്യൻ. ക്ഷേത്രം തന്ത്രി താന്ത്രിക വിദ്യാകുലപതി ബ്രഹ്മശ്രീ കടിയക്കോൽ കൃഷ്ണൻ നമ്പൂരി, ക്ഷേത്രം മേൽശാന്തി പ്രദീപ് കുമാർ വടക്കേമഠം എന്നിവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ദേവസ്വം പ്രസിഡന്റ് പ്രദീപ് കുമാർ ആചാര്യ വർണവും അനിൽ തിരുവിഴ ഗ്രന്ഥസമർപ്പണവും നിർവഹിച്ചു. തുടർന്ന് ശ്രീമദ് ഭാഗവത മഹാത്മ്യ പ്രഭാഷണം നടന്നു. നിരവധി ഭക്തരാണ് ചടങ്ങിൽ പങ്കെടുത്തത്. 5-ാം ദിവസമായ മെയ് 18 ഞായറാഴ്ച രുക്മിണി സ്വയംവരം നടക്കും. ദേവസ്വം സെക്രട്ടറി ആർ വിനോദ് കുമാർ, ഖജാൻജി അജുകുമാർ VB എന്നിവർ നേതൃത്വം നൽകി. ഇത്രയും ഈശ്വരാംശം നിറഞ്ഞു നിൽക്കുന്ന, ദേവീ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഈ സന്നിധിയിൽ എത്ര ഭക്തിയോടുകൂടി നമ്മൾ ദേവിയെ ഉപാസിക്കുന്നു, ദേവിയെ ആശ്രയിക്കുന്നു, ദേവിയുടെ പാതാരബിന്ദങ്ങളിൽ നമ്മൾ കീഴ്പ്പെടുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് ഒരു ഈശ്വര ചൈതന്യം കടന്നു വരും. ആ കടന്നു വരുന്നത് അത് ഏത് രൂപത്തിലാണ് അത് പുറത്തേക്ക് വരിക എന്ന് നമുക്ക് ആർക്കും അറിയില്ല, എനിക്കും അറിയില്ല. മരതകപ്പട്ടുടുത്ത പങ്കജലോചനെ തിങ്കൾ മുഖി ദേവി പാർവതി എന്നെഴുതിയത് ദേവി പറഞ്ഞു തന്ന വരിയാണ്. ഒരിക്കലും ഞാൻ ആലോചിച്ചിട്ട് ഒന്നും എഴുതിയതല്ല. ഈ പാട്ട് പൂർത്തിയായി അതിനുശേഷം അതിൻ്റെ പോസ്റ്ററൊക്കെ ഡിസൈൻ ചെയ്ത് ഞാൻ തിരുവിടയിൽ എൻ്റെ ഒരു സുഹൃത്തിനെ കാണിച്ചപ്പോൾ പറഞ്ഞു, ഇതിനെക്കുറിച്ച് ബായിക്ക് വല്ലതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാമോ, വരകാടി അമ്പലത്തിലെ ഇതിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് വല്ലതും അറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല, ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് എഴുതിയതൊന്നും അല്ല, അത് ദേവി തന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പാട്ട് തുടങ്ങിയിരിക്കുന്നത് മരതകപ്പട്ടെന്നും പറഞ്ഞാൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത വെച്ചാൽ പച്ച നിറമാണ്. പച്ച നിറം കൊടുത്ത പട്ടുടുത്ത ദേവിയായിട്ടാണ് എൻ്റെ മനസ്സിൽ ആ വിഷ്വൽ വന്നത്.